നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. അതായത് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്നുള്ള ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയാണ്. അതിൽ ആദ്യമായിട്ട് പറയുന്നത് ഈ ഒരു ഹാർട്ടിന്റെ പിക്ചർ അല്ലെങ്കിൽ ഹാർട്ടിന്റെ സ്ട്രക്ചറിന്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കുറച്ച് ഭാഗങ്ങൾ ഫോക്കസ് ഏരിയയിൽ പറയുന്നുണ്ട്. പക്ഷെ ആ ഭാഗങ്ങൾ മാത്രം നമുക്കിതിൽ പറയാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർട്ടിന്റെ മുഴുവൻ സ്ട്രക്ചർ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. മാത്രമല്ല അവര് ഫോക്കസ് ഏരിയയിൽ ഇട്ടിരിക്കുന്ന പോർഷൻസ് ഒന്ന് ഒന്ന് എംഫസൈസ് ചെയ്തിട്ട് നമുക്ക് പോവുകയും ചെയ്യാം. അപ്പൊ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് ഹാർട്ടിന്റെ സ്ട്രക്ചർ. ദാറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 4 ചാമ്പർ. ഓക്കെ, 4 ചാമ്പേർഡ് ഹാർട്ടാണ് ഹ്യൂമൻ ഹാർട്ടിൽ കാണുന്നത്. So this side is known as left side, and this left side carry oxygenated blood, and here it is the right side carries impure blood. That is the basic information regarding heart. And left side ഏറ്റവും ടോപ്പിൽ കാണുന്നത് ലെഫ്റ്റ് ഓറിക്കിൾ, and this is left ventricle, and here it is right auricle, and this is right ventricle. Isn't it? അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ലെഫ്റ്റ് ഓറിക്കിൾ, റൈറ്റ് ഓറിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ. മീൻസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ 2 ഓറിക്കിൾസിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു വാൾ ഉണ്ട്. ഈ വാള് ഇതിന് പറയുന്ന പേര് ഇൻഡോ ഓറിക്കുലാർ സെപ്റ്റം എന്നാണ്. ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്ന ഭാഗം താഴോട്ട് വരുന്നപ്പോൾ അപ്പോൾ ഇതെന്തായിരിക്കും പറയാ? ഇൻഡോ വെൻട്രിക്കുലാർ സെപ്റ്റം. 2 വെൻട്രിക്കിൾസിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന വാളാണ് ഇൻഡോ വെൻട്രിക്കുലർ സെപ്റ്റം എന്ന് പറയുന്നത്. ഓറിക്കിൾസിനെയും വെൻട്രിക്കിൾസിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് കാണുന്ന ഒരു വാൽവ് ഉണ്ട്. അതായത് ഓറിക്കുലോ വെൻട്രിക്കുലാർ വാൽവ്. ഓറിക്കിൾസിനെയും വെൻട്രിക്കിൾസിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് കാണുന്ന വാൾവ് ഓറിക്കുലോ വെൻട്രിക്കുലാർ വാൾവ്സ്. അത് ലെഫ്റ്റ് സൈഡില് ബൈ കസ്പിഡ് വാൽവ് ആണ്. അതായത് 2 കസ്പുകളുള്ള വാൾവ്. അത് റൈറ്റ് സൈഡിലാണെങ്കിൽ 3 കസ്പ് ഉണ്ടാവും. അപ്പൊ അതിന് ട്രൈ കസ്പിഡ് വാൽവ്. ഇത് ഇങ്ങനെയൊന്നല്ല ഇതിന്റെ സ്ട്രക്ചർ. മക്കൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ചു എന്ന് മാത്രം. ബൈ കസ്പിഡ്, ട്രൈ കസ്പിഡ്. ക്ലിയർ? ആൻഡ് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ അറൈസസ് എ ബ്ലഡ് വെസൽ. ഇവിടെ നിന്ന് ഒരു വലിയൊരു ബ്ലഡ് വെസൽ. ഹ്യൂമൻ ഹാർട്ടിലെ ഏറ്റവും വലിയ ബ്ലഡ് വെസൽ ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് അയോട്ട. അയോട്ടയാണ് ഏറ്റവും വലിയ ബ്ലഡ് വെസൽ. ലെഫ്റ്റ് വെൻട്രിക്കിളിന് അറൈസ് ചെയ്യുന്നതാണ് അയോട്ട. അയോട്ട ക്യാരീസ് ബ്ലഡ് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി. അപ്പൊ നമ്മുടെ ബോഡിയിലെ ഡിഫറെന്റ് പാർട്സിലേക്കും ബ്ലഡ് എത്തുന്നത് അയോട്ട വഴിയാണ്. അയോട്ട അറൈസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ലെഫ്റ്റ് വെൻട്രിക്കിൾ. അത്രയും ക്ലിയർ ആയല്ലോ. ആൻഡ് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് വേറൊരു ബ്ലഡ് വെസല്. അത് അയോട്ടയുടെ അത്ര വലുപ്പമില്ലെങ്കിലും അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബ്ലഡ് വെസലാണ്. ഇതിന്റെ പേര് പൾമിനറി ആർട്ടറി. പൾമിനറി എന്നുള്ള ഒരു വേർഡ് നമ്മൾ റെസ്പിറേഷനിൽ പഠിച്ചിരുന്നു. അപ്പൊ സോ ദിസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് സംതിങ് റെസ്പിറേഷൻ. അപ്പൊ ഈ ബ്ലഡ് വെസല് നേരിട്ട് പോകുന്നത് ലങ്സിലേക്കാണ്. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. അയോട്ട ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്നല്ലേ വരുന്നത്. അപ്പോൾ അയോട്ടയിൽ എന്ത് ബ്ലഡ് ഉണ്ടാവുക? പ്യുവർ ബ്ലഡ്. ദാറ്റ് ഈസ് ഓക്സിജനേറ്റഡ് ബ്ലഡ്. Pulmonary artery is rising from the right ventricle, so pulmonary artery carries deoxygenated or impure blood എന്ന് പറയും. ക്ലിയർ ആയല്ലോ. ഇനി ഈ പൾമിനറി ആർട്ടറിയിൽ നിന്ന് പോകുന്ന ബ്ലഡ് ലങ്സിലെത്തി ലങ്സ് ഒന്ന് പ്യൂരിഫൈ ചെയ്യും. പ്യൂരിഫൈ ചെയ്ത് വരുന്ന ബ്ലഡ് നേരെ ലെഫ്റ്റ് സൈഡിലേക്കാണ് എത്തുന്നത്. ലെഫ്റ്റ് സൈഡിലെ ഇവിടെ 2 വെയിൻസ് കാണാം. അതിന്റെ പേരാണ് പൾമിനറി വെയിൻ. പൾമിനറി വെയിൻ വഴിയാണിത് ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് എത്തുന്നത്. അടുത്തത് ഇവിടെ നിന്ന് പോകുന്ന അയോട്ടയാണ്. അയോട്ട നേരെ ബോഡി പാർട്സിലേക്ക് എത്തും. ബോഡി പാർട്സിലേക്ക് ഓക്സിജനെ സപ്ലൈ ചെയ്യും. കാരണം ഇത് കൊണ്ടുപോകുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണല്ലോ. തിരിച്ചു വരുമ്പോൾ അതിലെന്താണ് ഉണ്ടാവുക? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ ഇംപ്യൂർ ബ്ലഡ്. അത് കൊണ്ടുവരുന്നത് ഓറിക്കിളിലേക്കാണ്. ഏത് ഓറിക്കിളിലേക്ക്? റൈറ്റ് ഓറിക്കിൾസ് ബൈ 2 large veins. That is known as
സുപ്പീരിയർ വീനക്കാവ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ. സുപ്പീരിയർ എന്ന് പറയാനുള്ള റീസണ് ഹേർട്ടിന്റെ മേലെ, അതായത് ഹെഡ്, ചെസ്റ്റിന്റെ ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ ഇംപ്യൂർ ബ്ലഡും എത്തുന്നത് റൈറ്റ് ഓറിക്കിളിലേക്കാണ്. താഴെ ഭാഗത്തുനിന്ന് വരുന്നത് എവിടേക്കാണ് എത്തുന്നത്? ഇൻഫീരിയർ വീനക്കാവ വഴി റൈറ്റ് ഓറിക്കിളിലേക്ക്. അപ്പൊ ഇത് രണ്ടും രണ്ട് സർക്കുലേഷൻ ആണ്. ഒന്ന് പൾമിനറി ആർട്ടറി വഴി ലങ്സ് ആൻഡ് ത്രൂ ദ ലങ്സ് ടു ദ പൾമിനറി വെയിൻ. ഇതാണ് ഒരു സർക്കുലേഷൻ. അതിന് പറയുന്ന പേര് പൾമിനറി സർക്കുലേഷൻ എന്ന്. രണ്ടാമത്തത് അയോട്ട വഴി പോയി ബോഡി പാർട്സിലേക്ക് എത്തി തിരിച്ചു വീനക്കാവ വഴി ഹാർട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുന്നത്. അതിനെ പറയുന്ന പേര് സിസ്റ്റമിക് സർക്കുലേഷൻ. അപ്പം ഇത്രയും പോർഷൻസ് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ കാണുന്നില്ല. ഫോക്കസ് ഏരിയയിൽ കാണുന്ന കുറച്ച് ഭാഗങ്ങൾ ഈ ട്രൈകസ്പിഡ് വാൽവ്, ബൈകസ്പിഡ് വാൽവ്, പിന്നെ ബ്ലഡ് വെസലിന്റെ പേരുകൾ, പിന്നെ ഇവിടെ വരുന്ന രണ്ട് വാൽവ്സ് ഉണ്ട് കേട്ടോ. ഇതിന്റെ പേര് സെമി ലൂന വാൽവ്സ് എന്നാണ്. അയോട്ടയും പൾമിനറി ആർട്ടറിയും എല്ലാ സമയത്തും ഓപ്പൺ ആവില്ല. അപ്പൊ അതില് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയോട്ടയും പൾമിനറി ആർട്ടറിയും ക്ലോസ് ചെയ്യാൻ ഇവിടെ ഒരു വാൽവ് ഉണ്ട്. ആ വാൽവിന്റെ പേരാണ് സെമി ലൂന വാൽവ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയുന്നത് ഹാർട്ടിന്റെ സ്ട്രക്ചറിൽ ഹാർട്ടിന്റെ ഒരു ഓട്ടോമാറ്റിക് റിതമിസിറ്റി ഉണ്ട് ഹാർട്ടിന്. എന്ന് വെച്ചാൽ ഹാർട്ട് എപ്പോഴും ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ബീറ്റ് ചെയ്യാൻ തുടങ്ങിയ ഹാർട്ടാണ്. അതിന്റെ എൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെത്ത് സംഭവിക്കുമ്പോഴാണ് ഉണ്ടാവുക, അല്ലെ? ഒരു നിമിഷം പോലും ഹാർട്ട് എന്ത് ചെയ്യുന്നില്ല, ഇറ്റ് സ്റ്റോപ്സ് ബീറ്റിംഗ് അല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹാർട്ടിന്റെ ഒരു ഓട്ടോമാറ്റിക്, നമ്മൾ പറഞ്ഞിട്ടല്ല ഈ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്, അത് ഓട്ടോമാറ്റിക് ആണ്. അപ്പം അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഹാർട്ട് ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ എന്തെങ്കിലും ഒരു പ്രോഗ്രാം അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും, അല്ലേ? ആ പ്രോഗ്രാമാണ് ഈ ഒരു ഓട്ടോമാറ്റിക് റിതമിസിറ്റി ഓഫ് ദ ഹാർട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇത് സെയിം ഹാർട്ടിന്റെ പിക്ചറാണ്. പക്ഷെ നമ്മളിവിടെ വെയിൻസും അയോട്ടാസും അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ കാണിക്കുന്ന ഒരു മസ്കുലർ ടിഷ്യൂ, ഒരു വെയിനും മാത്രമാണ്, ഒരു നോട്ട്സ്, ഒരു ഫൈബേഴ്സ് മാത്രമാണ്. എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ട്, അപ്പൊ ഈ ഒരു ഭാഗം ഏതായിരുന്നു? റൈറ്റ് ഓറിക്കിൾ. റൈറ്റ് ഓറിക്കിളിന്റെ റൈറ്റ് സൈഡിലേക്ക് ഒരു നോഡൽ ടിഷ്യൂ ഉണ്ട്. ഇതാ ഒരു പാച്ച് ഓഫ് ടിഷ്യൂ. ആ പാച്ച് ഓഫ് ടിഷ്യൂന്റെ പേരാണ് SA നോഡ്. SA നോഡ് എന്ന് പറഞ്ഞാൽ സിനു ഓറിക്കുലർ നോഡ് എന്നാണ് ഫുൾ ഫോം. ഓക്കെ, ഈ സിനു ഓറിക്കുലർ നോഡിന്ന് ഒരു ഇലക്ട്രിക് ഇമ്പൾസ്, ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഇലക്ട്രിക് ഇമ്പൾസ് എപ്പോഴും ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു ഇലക്ട്രിസിറ്റിയാണ്, എ ലൈറ്റ് ഇലക്ട്രിസിറ്റി. ആൻഡ് ദിസ് ലൈറ്റ് ഇലക്ട്രിസിറ്റി or electrical impulse spreads throughout the right auricle. Okay, and this impulse is carried to the interauricular septum. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു interauricular septum. ഇനി ഇവിടെ ഇന്റർഓറിക്കുലർ സെപ്റ്റത്തിന്റെ മുകളിൽ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിന്റെ പേരാണ് AV നോഡ്, ഓറിക്കുലോ വെൻട്രിക്കുലർ നോഡ് എന്നാണ് അതിനെ പറയുന്ന പേര്. ഈ AV നോഡ് ലീഡ് ചെയ്യുന്നത് ഒരു ചെറിയ ഫൈബർസ് ലൈക്ക് സ്ട്രക്ചറിലേക്കാണ്. അതിന്റെ പേരാണ് ബണ്ടിൽ ഓഫ് ഹിസ്, ക്യാപിറ്റൽ HIS. ഈ ബണ്ടിൽ ഓഫ് ഹിസ് വെൻട്രിക്കിളിലേക്ക് എത്തുന്ന സമയത്ത് ഈ ഒരു ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിന്റെ മുകളിലൂടെ കടന്നു വന്ന് കംപ്ലീറ്റ് വെൻട്രിക്കിൾസിലേക്കും ഒരു നെറ്റ്വർക്ക് പോലെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ സ്പ്രെഡ് ചെയ്യുന്ന ആ ഫൈബറിനെ നമ്മൾ പറയുന്ന പേരാണ് പർക്കിൻജെ ഫൈബേഴ്സ്. സോ SA node releases or generates an electrical impulse which is spread throughout the right auricle and is received by the AV node, bundle of His and Purkinje fibers. Purkinje fibers വഴി ഇവിടെയുള്ള എല്ലാ ഭാഗത്തേക്കും എത്തും. അപ്പം നമ്മൾക്ക് ഒരു ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ കാർഡിയാക് മസിൽ പറിച്ചപ്പം പറഞ്ഞിരുന്നു ബ്രാഞ്ച്ഡ് മസിൽസ് ആണ് കാർഡിയാക് മസിൽ. അവിടെ ഒരു ഇന്റർകാലേറ്റഡ് ഡിസ്ക് ഉണ്ടെന്ന്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണ് ഈ ഇന്റർകാലേറ്റഡ് ഡിസ്ക് കാണുന്നതെന്ന്. കാർഡിയാക് മസിൽ എന്നുള്ളത് ഹാർട്ടിന്റെ മസിൽസ് ആണ്, അല്ലേ? അപ്പൊ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു സ്റ്റിമുലസ് വന്നാൽ ദ ഹോൾ സ്ട്രക്ചർ ബിഗിൻ ടു കൺട്രാക്ട്. ക്ലിയർ? അപ്പൊ SA നോഡിൽ നിന്നും വരുന്ന കംപ്ലീറ്റ് സ്റ്റിമുലസും ദ ഹോൾ ഹാർട്ടിലേക്ക് നമ്മൾ അതിനൊരു കൺട്രാക്ഷൻ ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഒരു കപ്പാസിറ്റി ആണത്. അതിനൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കൺട്രാക്ഷനും റിലാക്സേഷനും ഉണ്ട്. ഓക്കെ,
അപ്പോൾ ഇത്രയും ഭാഗമാണ് ഈ ഫോക്കസ് ഏരിയയിൽ നമുക്ക് പറയാനുള്ളത്. ഫോക്കസ് ഏരിയ മാത്രമേ മിസ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി നെക്സ്റ്റ് വരുന്നത് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ്. നമുക്കറിയാം ഹ്യൂമൻ ബോഡിയിൽ മെയിൻ ആയിട്ട് AB, AB ആൻഡ് O എന്നുള്ള ബ്ലഡ് ഗ്രൂപ്പ്സ് ആണുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ബ്ലഡ് ഗ്രൂപ്പ്സ് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ A എന്നുള്ളൊരു ബ്ലഡ് ഗ്രൂപ്പ് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കെടുക്കാം ഒരു RBC എടുക്കാം. ആ RBCയുടെ മുകളിൽ A എന്നുള്ള ഒരു ആന്റിജൻ കാണുന്നുണ്ടെങ്കിൽ ദാറ്റ് ബിലോങ്സ് ടു A ബ്ലഡ് ഗ്രൂപ്പ്. ഇനി വേറൊരു ബ്ലഡ് ഗ്രൂപ്പിൽ RBCയുടെ മുകളിൽ B എന്നുള്ള ഒരു ആന്റിജൻ ആണ് കാണുന്നതെങ്കിൽ അയാളുടെ ബോഡിയിൽ ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? B ആയിരിക്കും. കണ്ടോ, ആന്റിജൻസ് വിത്ത് ദ പ്രസൻസ് ഓഫ് ആന്റിജൻസ്. ആൻഡ് ഇഫ് എ ബ്ലഡ് ഗ്രൂപ്പ് RBC contains 2 types of antigens, Aയും Bയും സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരു ബോഡിയിൽ കാണുന്നുണ്ടെങ്കിൽ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? AB ആയിരിക്കും. വളരെ സിമ്പിളാണ്. ഇനി ഇറ്റ്സ് എ ബ്ലഡ് RBC, ബട്ട് ഇറ്റ് ഹാസ് നോ ആന്റിജൻസേ ഇല്ല. അപ്പോൾ അത് ഏത് ബ്ലഡ് ഗ്രൂപ്പാണ്? O ബ്ലഡ് ഗ്രൂപ്പാണ്. അപ്പോൾ ദ ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നെയിംഡ് ഓൺ ദ പ്രസൻസ് ഓഫ് ആന്റിജൻ ഓൺ RBC. RBCയുടെ മുകളിൽ ഏത് ആന്റിജൻസ് ആണോ ഉള്ളത് അതിന്റെ ബേസിസിലാണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിനെ നെയിം ചെയ്യുന്നത്. ഇനി ഇത് കാണുന്നത് RBCയുടെ മുകളിലാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആന്റിബോഡി ആരുടെ ബോഡിയിലുണ്ടാവും? ആ ഒരു ബ്ലഡ് വെസലിലെ പ്ലാസ്മയിലുണ്ടാവും. സപ്പോസ് ദിസ് ഇസ് RBC. ആ RBC ഫ്ലോ ചെയ്യുന്നത് ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിന്റെ കൂടെയാണ്. ആൻഡ് ദിസ് ലിക്വിഡ് മെറ്റീരിയൽ ഈസ് നോൺ ആസ് പ്ലാസ്മ. പ്ലാസ്മയിലാണ് ആരെ കാണുന്നത്? ആന്റിബോഡിനെ കാണുന്നത്. ആന്റിജൻ എവിടെയാണ് കാണുന്നത്? RBCയിൽ. അപ്പോൾ ഇത്രയും പോർഷൻസ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാന്ന് മാത്രം. O ഗ്രൂപ്പും AB ഗ്രൂപ്പിന്റെയും ഒരു വ്യത്യാസം നമുക്കറിയാം. O ഗ്രൂപ്പ് ഈസ് എ യൂണിവേഴ്സൽ ഡോണർ ആണ്, ബട്ട് AB ഈസ് എ യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. എന്ന് പറയാനുള്ള റീസൺ എന്താ? ഇതൊരു യൂണിവേഴ്സൽ ഡോണർ ആണ് ബിക്കോസ് ഇറ്റ് ഹാസ് നോ ആന്റിജൻസ്. അതിന്റെ മുകളിൽ ഒരു ആന്റിജൻ ഒന്നുമില്ല. അപ്പൊ അതിന്റെ ബോഡിയിലെ ഉള്ള ആർക്ക് വേണമെങ്കിലും അതിനെ ഡൊണേറ്റ് ചെയ്തിട്ട് പിന്നെ ക്യാൻ ബെൻ ഡൊണേറ്റഡ് ടു പേഴ്സൺസ് വിത്ത് എനി അതർ ബ്ലഡ് ഗ്രൂപ്പ്സ്. പക്ഷെ O ഗ്രൂപ്പ് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് വേറെ കാര്യം. ബട്ട് AB ഗ്രൂപ്പിന്റെ പ്രത്യേകത, AB ഗ്രൂപ്പിൽ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആണ്. അത് ആരുടെ ബോഡിയിൽ നിന്നുള്ള ഏത് ബ്ലഡ് ഗ്രൂപ്പിനെയും അത് റിസീവ് ചെയ്യും. O ഈസ് ദ യൂണിവേഴ്സൽ ഡോണർ ആൻഡ് AB ഈസ് ദ യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. ഇപ്പൊ നമ്മളൊരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുമ്പോൾ എല്ലാ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസിന്റെയും പ്രത്യേകത സെയിം ബ്ലഡ് ഗ്രൂപ്പോ പോസിറ്റീവോ നെഗറ്റീവോ എന്നുള്ളതൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താറുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ഇറ്റ് ലീഡ് ടു ഡിസ്ട്രക്ഷൻ ഓഫ് RBC. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് നോക്കാതെയാണ് കൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻസ് വന്നു പോയാൽ അത് ക്ലംബിംഗ് ഉണ്ടാക്കും. അത് RBCന്റെ ഡിസ്ട്രക്ഷനിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഫസ്റ്റ് പോർഷനിൽ വരുന്നത് RH ഗ്രൂപ്പിംഗ് ആണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് പറയുന്ന സമയത്ത് A പോസിറ്റീവ്, A നെഗറ്റീവ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അങ്ങനെ ഓരോ ഗ്രൂപ്പിന്റെയും പറയാറുണ്ട്. ഇവിടെ RH ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ സപ്പോസ് ദിസ് ഇസ് എൻ RBC containing A blood group, that is A antigen. This is an RBC carrying A antigen, and this carries another type of antigen, not B. Okay, this small antigen we are known as RH antigen. And if an RBC with A and RH, this is known as A positive blood group. And this positive indicates the presence of RH antigen. And if a blood group having the A blood group, A antigens, okay, but it doesn't have an RH, അവിടെ ഒരു RH ആന്റിജൻ ഇല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? A നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആന്റിജന് പുറമെ ഒരു RH ആന്റിജൻ കൂടെ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ RH പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇവിടെ നോക്കിയേ,
80% of the persons have RBCs with an antigen, another antigen. RH ആന്റിജൻ എന്നാണ് അതിനെ പറയാം. സാധാരണഗതിയിൽ എല്ലാ ഒരു 100 ആളുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ 80 ആളുകളും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ RH ആന്റിജൻ ഉള്ളത് RH പോസിറ്റീവ്, RH ആന്റിജൻ ആബ്സെന്റ് ആണെങ്കിൽ RH നെഗറ്റീവ്. സിമ്പിൾ. ഓക്കെ. ഇനി ഇവിടെ നമ്മളിപ്പം ബി ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളതെങ്കിലോ ബി പോസിറ്റീവ്, ഇതോ ബി നെഗറ്റീവ്, എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവ്, അങ്ങനെയാണ് വരിക. പക്ഷെ ഇവിടെ നമ്മൾക്ക് പഠിക്കാനുള്ളത് ഒരു ഡിസീസിനെ കുറിച്ചാണ്. ഈ ഡിസീസ് ഉണ്ടാവുന്നത് ഇങ്ങനെ ഒരു കപ്പിൾസ്, ഒരു മെയിലിനെ നമ്മൾ ഇങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക, ഫീമെയിലിനെ നമ്മൾ ഇങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ഓക്കെ. ഫാദർ RH പോസിറ്റീവാണ്, നന്നായി ശ്രദ്ധിക്കുക. മദർ RH നെഗറ്റീവാണ്. ഇനി ഇവരുടെ രണ്ടുപേരുടെയും കുഞ്ഞ് അല്ലെങ്കിൽ ചൈൽഡ്, ഫീറ്റസ്, അതായത് ഫീറ്റസ് എന്ന് പറയുന്നത് മദറിന്റെ വോമ്പിലിരിക്കുന്ന സമയത്താണ് ഫീറ്റസ് എന്ന് പറയാം. ഓക്കെ. ആ ഫീറ്റസിലിരിക്കുന്ന സമയത്ത് അതിന്റെ ബ്ലഡ് ഗ്രൂപ്പ് RH പോസിറ്റീവാണ്. കാരണം എന്താ, പോസിറ്റീവ് എപ്പോഴും നെഗറ്റീവിന്റെ മേലെ ഡോമിനന്റ് ആയിരിക്കും. അപ്പൊ ഡോമിനന്റ് ക്യാരക്ടർ മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ. നിങ്ങൾ ജെനറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ RH പോസിറ്റീവ് ആയ ബേബി അല്ലെങ്കിൽ ഈ ഫീറ്റസിൽ നിന്നും അമ്മ RH നെഗറ്റീവാണ്. ഇപ്പം ഈ അമ്മയിലേക്ക് RH പോസിറ്റീവ് ആന്റിജൻസ് എന്ത് ചെയ്യാൻ തുടങ്ങും, പാസ് ചെയ്യാൻ തുടങ്ങും. ഏത് വഴി? പ്ലാസന്റ വഴി. പ്ലാസന്റ എന്നുള്ളൊരു സംഭവം നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ് പ്ലാസന്റ? ഇറ്റ് ഈസ് എ കണക്ഷൻ ബിറ്റ്വീൻ മദർ ആൻഡ് ഫീറ്റസ്, അല്ലേ? അപ്പം ഈ ഒരു 9 മാസം മദറിന്റെ വോമ്പിലിരിക്കുന്ന സമയത്ത് അമ്മയുടെ ബ്ലഡിൽ നിന്നുള്ള ന്യൂട്രിയൻസും ഓക്സിജനും ഫീറ്റസിലേക്കും, ഫീറ്റസിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ വേസ്റ്റും മദറിന്റെ ബ്ലഡിലേക്കും കൊടുക്കുന്ന വേണ്ടിയിട്ട് നമ്മൾ അംബിലിക്കൽ കോഡ് അല്ലെങ്കിൽ പ്ലാസന്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്, ഒരു വയറ് പോലത്തെ ഒരു സാധനം കേട്ടിട്ടുണ്ടാവും, അല്ലേ? ദാറ്റ് പ്ലാസന്റ, ത്രൂ ദ പ്ലാസന്റ from the fetus, RH positive antigens are passed into the RH negative blood group. മനസ്സിലായോ? ഈ RH നെഗറ്റീവ് ബ്ലഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ഒരു ആന്റിജൻ എത്തിയില്ലേ? ആന്റിജൻ എത്തിയാൽ സ്വാഭാവികമായിട്ടും ആ മദറിന്റെ ബോഡിയിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് ഉണ്ടാവാൻ തുടങ്ങും. ആന്റിബോഡീസ് എഗെയിൻസ്റ്റ് RH പോസിറ്റീവ്. ഓക്കെ. ഇപ്പൊ ഇവിടെ പ്രശ്നമൊന്നുമില്ല. ക്ലിയർ ആയല്ലോ? ആൻഡ് ഓൺ ദ സെക്കൻഡ് ഡെലിവറി, ദിസ് ഇസ് ദ ഫസ്റ്റ് ചൈൽഡ്. ഓക്കെ, ഒന്നാമത്തെ കുട്ടിയാണ്. ഇനി സെയിം ഫാദർ ആൻഡ് സെയിം മദർ ആൻഡ് ദ സെക്കൻഡ് ചൈൽഡ് ഈസ് ഓൾസോ ഓൾവേസ്, അത് സെക്സ് ഏതാന്നുള്ളതല്ല, RH പോസിറ്റീവ് ആയിട്ടുള്ള രണ്ടാമത്തെ കുട്ടി. ഈ രണ്ടാമത്തെ കുട്ടിക്ക് എന്താ പ്രശ്നം വരാൻ പോകുന്നത്? ഇവിടെ ഓൾറെഡി RHന്റെ ആന്റിബോഡീസ് ഉണ്ടായിക്കഴിഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഇവിടെ RH പോസിറ്റീവ് ആന്റിജൻസും ഉണ്ട്. So what happens is, from this mother, antibodies are passed into this fetus blood. അപ്പോഴോ ഈ ആന്റിജൻസും ആന്റിബോഡീസും കൂടെ ക്ലംപ് ചെയ്തിട്ട് സ്വാഭാവികമായിട്ടും ഈ കുട്ടിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ RBCയിലെ ബ്രേക്ക് ഡൗൺ ചെയ്യും, ഡിസ്ട്രക്ഷൻ സംഭവിക്കും. ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്ന സമയത്ത് ഇത് ഈ കുട്ടിയിൽ ജോണ്ടിസ് ഉണ്ടാക്കും. ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തം പോലെയുള്ള RBC ഡിസ്ട്രക്ഷൻസ് ആണ് സ്വാഭാവികമായിട്ടും ജോണ്ടിസ് ആയിട്ട് മാറുന്നത്. ഈ ജോണ്ടിസ് അത് മരണം വരെ സംഭവിക്കാവുന്ന ഒരു കാരണമായിട്ട് മാറും. കാരണം നമുക്കത് ഇവിടെ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഫസ്റ്റ് ചൈൽഡ് സേഫ് ആണ്, സെക്കൻഡ് ചൈൽഡ് മുതലാണ് അതിന്റെ പ്രോബ്ലംസ് വരുന്നത്. ഈ ഒരു അസുഖത്തിനൊരു പേര് പറയും. കണ്ടോ, നമ്മൾ പറഞ്ഞു, നമ്മളിവിടെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അതിൻ്റെ ഒരു സമ്മറി കൊടുത്തിട്ടുണ്ട്. ഫ്രം ദ മദർ RH നെഗറ്റീവ് ആണ്, ഫീറ്റസോ RH പോസിറ്റീവ് ആണ്. സോ മദറിന്റെ ബോഡിയിൽ എന്ത് വന്നു? ആന്റിബോഡീസ് എഗെയിൻസ്റ്റ് RH പോസിറ്റീവ് വന്നു. ആൻഡ് ഇറ്റ് ലീഡ് ടു ദ നെക്സ്റ്റ് ഫീറ്റസ്, രണ്ടാമത്തെ കുട്ടിയുടെ ബോഡിയിലെ ബ്ലഡിലേക്ക് പാസ് ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ്? ഇറ്റ് ഡെസ്ട്രോയ് ദ ഫീറ്റൽ RBCയുടെ ഫീറ്റൽ RBCനെ നശിപ്പിക്കാൻ തുടങ്ങും. സോ ഇറ്റ് കോസസ് അനീമിയ ഉണ്ടാക്കും. അനീമിയ എന്ന് പറഞ്ഞാൽ അറിയാലോ, വിളർച്ച ഉണ്ടാക്കും. ആൻഡ് ജോണ്ടിസ്. ആൻഡ് ദിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. വെരി ഗുഡ്, വെരി ഇമ്പോർട്ടൻറ്റ്. HDN എന്നും കൂടെ ഒരു പേരുണ്ട് അതിന് കേട്ടോ. ഹീമോളിറ്റിക് ഡിസീസ് ഓഫ് ന്യൂബോൺ. ഹീമോളിറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീമോ മീൻസ് ബ്ലഡ് സെൽസ് ആണ്, ലിറ്റിക് മീൻസ് ഡിസ്ട്രോയ്. ഡിസീസ് ഓഫ് ന്യൂബോൺ. മനസ്സിലായോ? അതായത് ബ്ലഡിന്റെ
ഡെസ്ട്രക്ഷനെ ഇല്ലാതാക്കാൻ, ബ്ലഡിന്റെ സെൽസിനെ ഡെസ്ട്രക്ട് ചെയ്യുന്ന ഒരു ഡിസീസ്. അത് തന്നെയാണ് എന്തെന്ന് പറഞ്ഞാലും എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. അത് നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇവിടെ നമ്മൾ അതിനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു മാത്രം. എങ്ങനെയാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് വരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു ചാർട്ടിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ക്ലിയർ ആയോ? ഇനി എന്താണ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുള്ളത്, എങ്ങനെയാണ് നമ്മളതിനെ പരിഹരിക്കാൻ പോകുന്നത്? ഇവിടെ ആ മദറിന്റെ ബോഡിയിലേക്ക് ആന്റി-RH ആന്റിബോഡീസ് ഇൻജെക്ട് ചെയ്യാം. കാരണം മദർ നെഗറ്റീവാണ്, RH നെഗറ്റീവാണ്. അപ്പോൾ അവരുടെ ബോഡിയിൽ RH ആന്റിബോഡീസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ആന്റി-RH ആന്റിബോഡീസ് ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷം ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ RH ആന്റിബോഡീസ് അവരുടെ ബോഡിയിൽ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ചൈൽഡ് മുതൽ അവർക്ക് പ്രോബ്ലവും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് പാർട്ടിലെ ഫോക്കസ് ഏരിയ ആയിട്ട് വരുന്നത്.